ആ മോനെ, ഞാനും യശോദയും ഇവിടെ പ്രിയങ്കയുടെ അടുത്ത് സ്റ്റേഷനിലുണ്ട്. മോനെ ഇങ്ങോട്ടൊന്ന് വരാമോ? എനിക്ക് ഈ പോലീസുകാരോടൊന്നും സംസാരിച്ചൊരു ശീലമില്ല. അത് മാത്രമല്ല, എന്നെപ്പോലെ ഒരാൾ വന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവളെ വിടാനും പോകുന്നില്ല. മോനെ പോലെ ഒരാൾ വന്ന് സംസാരിച്ച ഞാൻ വരില്ല അച്ഛാ. അച്ഛാ, അച്ഛന്റെ മോള് ചെയ്ത തെറ്റിന്റെ കാഠിന്യം എന്താണെന്ന് അച്ഛൻ അറിയില്ലേ? കൊല്ലാൻ നോക്കിയത് സ്വന്തം ചേച്ചിയല്ലേ? രാധികയെ പ്രിയങ്ക ഏതൊക്കെ വിധത്തിൽ എപ്പോഴൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ? ഓ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയില് ഈ ഒരു അവസ്ഥ പ്രിയങ്ക സ്വയം ഉണ്ടാക്കി വെച്ചതല്ലേ അച്ഛാ? രാധികയെ കൊല്ലാനാ നോക്കിയത്. അതും ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് പണം കൊടുത്ത് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു. പ്രിയങ്കയെ അച്ഛൻ സ്നേഹിക്കുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയില്ല. പക്ഷേ രാധികയോട് അച്ഛന് സ്നേഹമില്ലേ? അമ്മയ്ക്ക് സ്നേഹമില്ലേ? മറ്റൊരാൾ രാധികയെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യുക? ഇതൊക്കെ ചിലപ്പോ പോലീസുകാർ ഓരോ തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞാണെങ്കിലോ? ഏയ്, ഇത് തെറ്റിദ്ധാരണയൊന്നുമല്ല. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇത്രയൊന്നും ക്രൂരത പ്രിയങ്കെന്ന് ആരും പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ കണിമംഗലത്തുനിന്ന് ആരും അങ്ങോട്ട് വരാത്തതും. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് ഈ കാര്യത്തിൽ അച്ഛനെ സഹായിക്കാൻ പറ്റില്ല. മോനെ, രാധിക സ്വന്തം കൂടപ്പുറപ്പല്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവളെ കൊല്ലാൻ പ്രിയങ്ക ശ്രമിച്ചത്. അച്ഛൻ ദൈവത്തിന് പൂജ നടത്തുന്ന ആളല്ലേ? അച്ഛൻ അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? നീതിയും ന്യായം എന്നതിൽ അച്ഛൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അച്ഛൻ ഇതുവരെ പാലിച്ച വിശ്വാസ പ്രമാണങ്ങൾ സത്യമാണെങ്കിൽ അച്ഛനിപ്പോ അവിടുന്ന് തിരിച്ചു പോവുക വേണ്ടത്. മോനെ, അതൊക്കെ അച്ഛൻ്റെ ഇഷ്ടം. പ്രിയങ്കയെ സംബന്ധിച്ച ഒരു കാര്യത്തിനും ഇനി അച്ഛൻ എന്നെ വിളിക്കണ്ട. ഞാൻ വരില്ല. അച്ഛൻ എന്നോട് ക്ഷമിച്ചേക്ക്.